മൂന്ന് മണി കഴിയുകയാണ്. പൊതുദർശന ചടങ്ങുകൾ ഏതാണ്ട് പൂർത്തിയാവുകയാണ്. 5 മണി വരെ എന്നുള്ളതായിരുന്നു, പക്ഷേ 3 മണിയോടുകൂടി പൊതുദർശന ചടങ്ങുകൾ പൂർത്തിയാവുകയാണ്. ഇനി മതപരമായ ചില ചടങ്ങുകളുണ്ട്. ശേഷം സ്മൃതിപഥത്തിൽ MD ഓർമ്മയാകും. മധു ഇപ്പോൾ ചേരുന്നു. മധു, ഏതാണ്ട് പൊതുദർശനം അവസാനിപ്പിക്കുന്നു എന്ന് കരുതാമോ, അതോ വീണ്ടും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണോ? ഇപ്പോഴും 4 മണിയോടുകൂടി മാവൂർ റോഡ് ശ്മശാനത്തിലേക്ക് ഭൗതിക ശരീരവും കൊണ്ടുപോകുമോ? പൊതുദർശനം ഏറെക്കുറെ അവസാനിക്കുകയാണ്. മന്ത്രി പി രാജീവും പ്രേംകുമാറും ഒക്കെ അടക്കമുള്ളവർ ഇപ്പോൾ വന്നിരുന്നു. ശ്രീമതി ടീച്ചർ അടക്കമുള്ളവർ, ഒരുപാട് പേർ, സിനിമക്കാരും രാഷ്ട്രീയക്കാരും ഒക്കെ, കോഴിക്കോട്ടെ സാധാരണക്കാർ അടക്കമുള്ള ഒരുപാട് പേർ എത്തിച്ചേർന്നിരിക്കുന്നു. അന്ത്യകർമ്മങ്ങൾക്ക് ആരംഭിക്കാനിരിക്കുന്നു. അതിനുശേഷം മാവൂർ റോഡിലെ സ്മൃതിപഥം എന്ന് പേരിട്ടിരിക്കുന്ന പുതിയ ശ്മശാനത്തിലേക്ക്, മാവൂർ റോഡ് ശ്മശാനത്തിലേക്ക് MT യാത്രയാവുകയാണ്. അത് വൈകാരികമായ ഒരു ചടങ്ങ് തന്നെയാണ് കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം. MT ജീവിച്ചിരിക്കുന്ന നഗരത്തിൽ ഞാനും എന്ന് കോഴിക്കോട്ടുകാർ അഭിമാനിച്ചതുപോലെ MT വാസുദേവൻ നായർ സംസാരിക്കുന്ന ഭാഷയിൽ ഞാനും എന്ന് ഓരോ മലയാളിയും അഭിമാനിച്ച ആ കാലം കഴിഞ്ഞു പോവുകയാണ്. MTയെ സംബന്ധിച്ചിടത്തോളം ഇനി ആ വൈകാരികമായ ആ മുഹൂർത്തങ്ങളുടെ, MT ജ്ഞാനപീഠം കിട്ടിയപ്പോൾ VKN പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. മലയാളത്തിൻ്റെ ഹരിചന്ദന പൊട്ടാണ് MT വാസുദേവൻ നായർ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതൊരു വിഭൂതിയായി മാറാനിരിക്കുന്നു എന്നുള്ളിടത്താണ് ഈ നിമിഷങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നത്. അതിനൊക്കെ അപ്പുറത്ത് MT എന്ന എഴുത്തുകാരൻ സൃഷ്ടിച്ച പ്രപഞ്ചങ്ങൾ, പ്രമേയങ്ങൾ എല്ലാം 100 കോടി പ്രപഞ്ചങ്ങൾ എന്നൊക്കെ പറയാവുന്നത് പോലുള്ള പ്രപഞ്ചങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് അദ്ദേഹം മടക്കയാത്രയ്ക്ക് ഒരുങ്ങുന്നത്. മധുവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പൊതുദർശന ചടങ്ങുകൾ ഏറെക്കുറെ പൂർത്തിയാവുകയാണ്. ഇനിയും ഇപ്പോഴും എത്തിച്ചേരുകയാണ് മലയാളത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്ന്, കേരളത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് മനുഷ്യർ അണമുറിയാതെ ഒഴുകിയെത്തുകയാണ്. MTക്ക് പ്രിയപ്പെട്ടവർ, MT എല്ലാ കാലത്തും പ്രിയപ്പെട്ടവനായി മനസ്സിൽ കുടിയേറിയവർ, അങ്ങനെ എല്ലാവരും എത്തിച്ചേരുകയാണ്. ഒരു നോക്കു കാണാൻ, ഒന്നുകൂടി കാണാൻ എല്ലാ മനുഷ്യരും എത്തിച്ചേരുകയാണ്. അവിടേക്ക് എത്താൻ കഴിയാത്തവരെല്ലാവരും മനസ്സുകൊണ്ടെങ്കിലും ഒരിക്കലെങ്കിലും അദ്ദേഹത്തിന് യാത്രാമൊഴി പറയുന്നുണ്ട്. അത്രമേൽ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന എഴുത്തും കാവ്യജീവിതവുമായി MT മലയാളിക്കുള്ളിൽ നിറഞ്ഞ് പതഞ്ഞ് പുറത്തേക്കൊഴുകിയ 7 പതിറ്റാണ്ടുകൾ പൂർത്തിയാവുകയാണ്. അതിനിടയിലാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം സംഭവിച്ചിരിക്കുന്നത്. മലയാളത്തിൻ്റെ അനുഗ്രഹവും അഭിമാനവുമായ പ്രിയപ്പെട്ട MT വാസുദേവൻ നായർക്ക് കോഴിക്കോട് വിട നൽകുകയാണ്. ഏതാനും കൂടല്ലൂരും കോഴിക്കോടും പാലക്കാടും പുന്നയൂർക്കുളവും ഒക്കെ മലയാളിക്ക് പ്രിയപ്പെട്ടതാവുന്നത്. MTയുടെ വീടിന് പടിഞ്ഞാറേ വശത്ത് താന്നിക്കുന്നിൽ പുത്തുവിടർന്നു നിൽക്കുന്ന കണ്ണാന്തളിപ്പൂക്കൾ കയ്യേറ്റുവാങ്ങിയ മലയാളിയുടെ ഹൃദയം, അതിലേക്ക് അതിൻ്റെ സൗരഭ്യം, ആ കാഴ്ചകളൊക്കെ ജീവിതത്തിലേക്ക്, അവനവൻ്റെ ഭാവനാവിലാസങ്ങളിലേക്ക് പകർത്തിയെടുത്ത എത്രയെത്ര വായനക്കാർ, എത്രയെത്ര എഴുത്തുകാർ ഒക്കെ നമുക്ക് സംഭാവനയായി നൽകിക്കൊണ്ടാണ് MT വിട പറഞ്ഞു പോകുന്നത്.